സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സദക്കയുടെ വില എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരാളുടെ മരണസമയം ഇങ്ങനെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങൾ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ പള്ളിക്കല്ല, മദ്രസകൾക്കല്ല, യതീമീങ്ങൾക്കല്ല, കോളേജുകൾക്ക് വേണ്ടിയല്ല, ഒരാൾക്ക് പോലും കൊടുക്കാതെ ലക്ഷങ്ങൾ ഇങ്ങനെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന മുസ്ലിമേ, സദക്കയെ കുറിച്ച് ഇന്ന് പറഞ്ഞാ നിനക്ക് തിരിയൂല. ഇന്ന് പറഞ്ഞാ നീ പറയും ഇത് പിരിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. എങ്കിൽ യഥാർത്ഥത്തിൽ സദക്കയുടെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. സദക്ക കൊടുക്കാനാ അലമാരിക്കകത്ത് എത്രയോ ലക്ഷങ്ങൾ എണ്ണി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് ഒരു സെന്റ് സ്ഥലമാകാൻ ഒന്ന് ചോദിച്ചപ്പോ അത് മുഴുവനും ഒറ്റയ്ക്ക് വാങ്ങിക്കൊടുക്കാറുള്ള പണം എന്റെ അടുക്കലുണ്ടായിരുന്നു. എന്നിട്ടും കൊടുക്കാതെ അടുക്കി വെച്ചിട്ടുണ്ട്. വേദിന്റെ സദസ്സുകളിൽ ഉസ്താദന്മാര് ജാരിയായ സദക്കയ്ക്ക് വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത സ്വർണ്ണമെന്റെ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. അസ്റായീൽ എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടൊന്ന് പറയാറാ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭർത്താവിനോട് എന്റെ സ്വർണത്തിന് ഒരു പവനെങ്കിലും എടുത്ത് അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കണേ എന്റെ ഭർത്താവിനോടൊന്ന് പറയാറാ, എന്റെ പൊന്നുമക്കളോട് എനിക്കൊന്ന് പറയാറാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. പെണ്ണ് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ തെണ്ടുകയാ യാചിക്കുകയാ. എന്തിനെന്നറിയുമോ? സദക്ക കൊടുക്കാൻ. സദക്ക കൊടുക്കുന്നതിന് വേണ്ടി ആ മരിക്കുന്ന സമയം യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതാണ് സദക്കയുടെ വില. കെട്ടിപ്പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ഒരു ഉമ്മയും ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന 3 കഷ്ടം വെള്ളത്തുടിയും കുറച്ച് പഞ്ഞിയും അല്പ സുഗന്ധവുമല്ലാതെ നിന്റെ പെറ്റതള്ള കൊണ്ടുപോയിട്ടുണ്ടോ? പെങ്ങള്, നിന്റെ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കള് കൊണ്ടുപോയിട്ടുണ്ടോ? ഇവിടത്തെ പള്ളിപ്പറമ്പിൽ പോയ ഏതെങ്കിലും ഒരു മസന് 3 കഷ്ടം വെള്ളത്തുണിയല്ലാതെ ഒരു ഉടുപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും കൊണ്ടുപോകാതെ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കുടുംബക്കാർക്കുള്ളതാ. സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും അല്ലാഹു നിനക്ക് വീട് തന്നില്ലേ? നിന്റെ വീടിന്റെ മതില് കെട്ടിയ പൈസ പോരെ ഇവിടെ ഈ വസ്തു വാങ്ങാൻ? പടച്ചവനെ കൊടുക്കാൻ കഴിയില്ലല്ലോ. വീടിന്റെ മുന്നിലിട്ടിരിക്കുന്ന നിന്റെ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിനെടുത്തിരിക്കുന്ന ഇൻഷുറൻസിന് നീ അടച്ച പൈസ പോരെ ഇതിന് കൊടുക്കാൻ? എന്നാലും ഇല്ലെന്ന് പറയുന്നവരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, സദക്ക കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആരും വെറുതെ കൊടുക്കണ്ട. ഒരു തന്റെയും 5 നയാ പൈസ അല്ലാഹുവിന് വെറുതെ വേണ്ട. അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് റൂഹ് പിടിക്കുന്ന സമയമുണ്ടല്ലോ. പടച്ചവനെ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് നിലവിളിക്കുന്ന പിടയുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ റാഖ് വമന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ റൂഹ് പിടിക്കുമ്പോ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള് ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല. നിങ്ങൾ പറയും
പ്രസവത്തിന് മരണവേദനയാണെന്ന്. എനിക്കതറിയില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിലും ഞാൻ ചിന്തിച്ചു പോയി, നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഈ അടുത്തൊരു പെണ്ണ് പ്രസവിച്ചു, പത്രം വായിച്ചവളല്ലേ, കാമുകനിലൂടെ ഉണ്ടായ സന്താനത്തിന് പ്രസവിച്ചു. പ്രസവിക്കുന്ന സമയം കുഞ്ഞിന്റെ കരച്ചില് വീട്ടുകാര് കേൾക്കാതിരിക്കാൻ ബക്കറ്റിനകത്ത് വെള്ളം തയ്യാറാക്കി വെച്ചു. പ്രസവിച്ച ഉടനെ അതിനകത്ത് എടുത്തിടാൻ. അപ്പൊ പ്രസവത്തിന് മരണവേദനയാണോ? ഒരു പെണ്ണ് യൂട്യൂബിൽ നോക്കിയിട്ടാണ് പൊക്കിൾ കൊടി മുറിച്ചത്. അപ്പൊ മരണവേദനയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നീ പ്രസവിച്ചപ്പോ എത്ര പേരാ നിന്റെ കയ്യും കാലും പിടിച്ച്? ഒന്നീ ഒരു 3 നേഴ്സുമാര് അല്ലേ? എനിക്കറിയില്ല. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം ചിലപ്പോ 2, 3, 5 നേഴ്സുമാരും ഡോക്ടറും നിന്റെ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാകും. അത്രയല്ലേ ഉള്ളൂ. എന്നാ റൂഹ് പിടിക്കണ സമയത്ത് പിടിക്കണ മലക്കിന്റെ എണ്ണം നിനക്കറിയോ? ഒരാൾ മരിക്കുന്ന സമയം അവരുടെ റൂഹ് പിടിക്കണ സമയത്ത് അവരുടെ കയ്യും കാലും പിടിച്ചു വെക്കണ മലക്ക് 70,000. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 എവിടെ കിടക്കുന്നു, 70,000 എവിടെ കിടക്കുന്നു? ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാ. ഇപ്പൊ 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? പ്രസവ വേദന എന്ന് പറയുന്നത് മരണവേദനയുടെ ഒരു അംശം മാത്രമാണ്. അത് നീ മനസ്സിലാക്കുക. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം ഊരിയിട്ട് നീ അള്ളാഹുവിന്റെ മദ്രസ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നീ കൊടുത്ത, നീ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്നോട് ചോദിക്കും, നീ എന്തിനാ കരയണേ? നീ എന്തിനാ കടന്ന് വിഷമിക്കുന്നേ? അപ്പൊ നീ പറയും, എനിക്ക് മരണവേദന സഹിക്കാൻ പറ്റണില്ല. ഞാൻ കാണിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കൊടുക്കുന്നതിന്റെ പ്രതിഫലം ആ സമയത്ത് മലക്കുകൾ കാണിച്ചു തരും. അബ്ശിറൂ ബിൽ ജന്ന, ഇതാ സ്വർഗം. ഇന്ന് നിങ്ങൾ കൊടുത്താൽ ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് കാണിച്ചു തരികയാ. മരിച്ചു കിടന്ന നിന്റെ ഉമ്മ ചിരിച്ചത് വെറുതെയല്ല പെങ്ങളെ, ചെറുപ്പക്കാരാ. നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല, അള്ളാന്റെ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ. അള്ളാന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അവര് സന്തോഷത്തോടെ ചിരിച്ചത് കൊണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പെടുന്ന പറയുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ മദ്രസ പഠിക്കുന്നതിന് വേണ്ടി 1 സെന്റ് സ്ഥലം ആകാറ് നിങ്ങൾ ആരെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുത്താ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അബ്ശിറൂ ബിൽ ജന്ന. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാ. സ്വർഗം കണ്ടുകൊണ്ട് ഷഹീദിനെ പോലെ ഭരിക്കാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ഒരു ഷഹീദിനെ പോലെ മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? സദഖ കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. മുത്തുനബി പറഞ്ഞല്ലോ, ദുർമരണങ്ങളെ തൊട്ട് കാക്കുമെന്നാട്. സദഖ ദുർമരണങ്ങളെ തൊട്ട് കാക്കുമെന്നാട്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാ, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ട്. ഏറ്റവും ശർറായ ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശർറായ ദിവസം ഏതെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള.
അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കൊള. പടച്ചവനെ തിളച്ചിട്ട് തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട് പെങ്ങള്. പടച്ചവനെ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, ആ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മ. അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഓടുന്ന ദിവസമാ. സ്വന്തം മക്കളെല്ലാരോട് പറയുന്നു റബ്ബേ എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനൊന്നും മലത്തിക്കടത്തി താ റബ്ബേ, നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ അല്ലാ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിൽ നിനക്ക് പേടിക്കണ്ടല്ലോ. കബറിനകത്ത് നിന്ന് എഴുന്നേക്കുന്ന ദിവസം അല്ലാഹുവേ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ പല പല രൂപത്തിലും കോലത്തിലും ഇങ്ങനെ കടന്നു പോകുമ്പോ പറക്കണ്ടേ പെണ്ണ്, അല്ലാഹുവിന്റെ മഹ്ശറയുടെ മുകളിലൂടെ പടച്ചവരെ പറക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? പേടിയില്ലാതെ പ്രയാസമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്ന പെങ്ങള്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തുകൂടെ പറവയെ പോലെ പറന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ പോകുമ്പോ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, അൽ റഅയ്തുൽ ഹിസാബ്, നീ ആരാ? ഇത്ര പെട്ടെന്ന് സ്വർഗത്തിൽ വരുന്ന നീ ആരാ? നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ സിറാത്ത് കടന്നോ? നീ ആരാ എന്ന് പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മലക്കുകൾ പോലും അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? അന്ന് പറയണം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന ആ മക്കൾക്ക് പടച്ചവനെ ഒരു മദ്രസ പഠിക്കുന്നതിന് വേണ്ടി, ഒരു സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അല്ലാഹു എനിക്ക് തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തവളാ. എനിക്കതിന് റബ്ബ് തന്ന പ്രതിഫലമാ. പറയാ കഴിയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയോ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, ഏറ്റവും ശർറായ ദിവസം നിനക്ക് പേടി വേണ്ട. മൂന്നാമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് നിർത്തുകയാ, വലകാഹു നദറതൻ വസുറൂറാ, അല്ലാഹുവെ കാണണോ, അല്ലാഹുവെ കാണണോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവെ കാണണോ. പരലോകത്ത് വെച്ച് പറ്റൂല, മഹ്ശറയിൽ വെച്ച് പറ്റൂല. അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണമല്ലോ. സ്വർഗത്തിൽ വെച്ചല്ലേ അല്ലാഹുവെ കാണാൻ പറ്റൂ. അല്ലാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൽ പോയിട്ട് പടച്ച റബ്ബിന്റെ ലിഖാഅ് കാണണം. വുജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ലിഖാഅ് കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നുണ്ട് ബാപ്പാ, നിന്റെ ജീവിതത്തിൽ എന്ത് നന്മയാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? 30, 40, 50, 60 വയസ്സ് കഴിഞ്ഞിവരിവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ നിനക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാരം, നീ കൊടുത്ത ഏതെങ്കിലും ഒരു 5 നയാ പൈസ നീ എപ്പോഴെങ്കിലും
പറഞ്ഞ ഒരു ദിക്റ് നിനക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ വാപ്പാ? എന്റെ ശബ്ദം കേൾക്കാതെ എന്റെ വയത് കേൾക്കുന്ന ഓടി വന്ന പെങ്ങളോട് ഞാൻ ചോദിക്കുകയാ, ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറയടി, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാൻ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മരിച്ചുപോയാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാതിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയുമല്ലോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം മോസിന് കിട്ടുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനെ പള്ളിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ ആരാ സഹായിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകൂ. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് വരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അവിടെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് ഈമാനുള്ള മരണമുണ്ട്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് പേടിയില്ല, നിങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ പോയിട്ട് അല്ലാഹുവിനെ കാണാം. പ്രവാചകൻ അവിടെ നിന്ന് പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. കിട്ടുന്നത് എടുത്തുകൊണ്ട് വന്നവരുണ്ട്, പൈസ കൊണ്ട് വന്നവരുണ്ട്, ഈന്തപ്പഴം കൊണ്ട് വന്നവരുണ്ട്, പാ കൊണ്ട് വന്നവരുണ്ട്, തലകണന കൊണ്ട് വന്നവരുണ്ട്, ഗോതമ്പ് മാവ് കൊണ്ട് വന്നവരുണ്ട്. അവരുടെ വീടുകളിൽ എന്താണോ അവരുടെ കയ്യിൽ കിട്ടിയത് എടുത്തുകൊണ്ട് ഓടുകയാണ്. സഹാബികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുകയാ. ആരാ കാണുന്നതെന്നറിയോ? രണ്ട് കാലില്ലാത്ത സഹാബിയാ. അല്ലാഹുവേ, ഇബ്നു ബുകൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അവിടുന്ന് രണ്ട് കാലില്ല, ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ വികലാംഗനായ സ്വഹാബി വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോ സ്വഹാബികൾ വീടിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്തേ നടക്കുന്നതെന്നറിയില്ലല്ലോ. അവിടുന്ന് വഴിയിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു, മോനെ, എവിടേക്കാ എല്ലാവരും ഓടുന്നത്? അവിടുന്ന് പറഞ്ഞു, തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സദഖ ചോദിച്ചിരിക്കുകയാ, ഉള്ളതെടുത്തുകൊണ്ട് വരാ പറഞ്ഞിരിക്കുകയാണ്. ഈമാനുള്ള മരണപാട്, സ്വർഗ്ഗത്തിൽ ചെന്ന് പടച്ചറപ്പിനെ കാണാറുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലാകെയുള്ളത് ഗോതമ്പ് മാവാട്, ഇത് സദഖ കൊടുക്കുന്നതിന് വേണ്ടി ഓടുകയാണ്. സ്വഹാബി അവിടുന്ന് പറഞ്ഞിട്ട് പോകുമ്പോ കാലില്ലാത്ത ഇബ്നു ബുകൈൽ തങ്ങള് കരയുക. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ, ഞാൻ പാവപ്പെട്ടവനാണല്ലോ അല്ലാ, ഞാൻ പാവപ്പെട്ടവനാണല്ലോ അല്ലാ. ഈമാനോടുകൂടി മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ. എന്റെ അഭിലാഷം സ്വർഗ്ഗമാ അല്ലാ. എനിക്ക് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇബ്നു ബുകൈൽ തങ്ങൾ പാവപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ സദഖ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്തതിന്റെ പേരിൽ ഇബ്നു ബുകൈൽ തങ്ങൾ കരയും.